കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് നൽകി കെ.സി. വേണുഗോപാൽ. ആലപ്പുഴ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായാണ് മാനനഷ്ട കേസ് നൽകിയത്. കെ.സി. വേണുഗോപാലിന്റെ മൊഴി രേഖപ്പെടുത്തിയ കോടതി 16-ന് ഹാജരാകാൻ സാക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ആലപ്പുഴ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി വന്നതിന് പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രൻ UDF സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാലിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. റിപ്പോർട്ടർ അശ്വമേധം പരിപാടിയിലായിരുന്നു ശോഭയുടെ ആദ്യ ആരോപണം. ആവർത്തിച്ചതോടെ കെ.സി. വേണുഗോപാൽ പോലീസിൽ പരാതി നൽകി. ഇന്ന് ആലപ്പുഴ JFM കോടതിയിൽ നേരിട്ട് ഹാജരായി ക്രിമിനൽ മാനനഷ്ട കേസ് നൽകുകയായിരുന്നു. കെ.സി. വേണുഗോപാലിന് വേണ്ടി അഡ്വക്കേറ്റ് മാത്യു കുഞ്ഞാടൻ MLA ഹാജരായി. സ്വാഭാവികമായിട്ടും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താനും അതുപോലെ തന്നെ തേജോവധം ചെയ്യാനും മനഃപൂർവ്വമായി പരിശ്രമിച്ചു എന്ന വകുപ്പുകൾ വരുന്ന CRPC 199-ഉം 200-ഉം പ്രകാരമുള്ള കേസാണ്, ക്രിമിനൽ കേസാണ് ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് സംബന്ധിച്ച് സിവിൽ ഡാമേജസ് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള കേസ് വേറെയാണ് ഫയൽ ചെയ്യേണ്ടത്. മാനനഷ്ട കേസിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായി ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഈ പരിപ്പൊന്നും ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ വേവിക്കില്ല മിസ്റ്റർ വേണുഗോപാൽ. നിങ്ങൾ കോടതി മുമ്പാകെ പോകണം. ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് ഞാൻ ഇവിടെ വന്നിറങ്ങിയതിന്റെ പിറ്റേ ദിവസമാണല്ലോ. അപ്പൊ കഴിഞ്ഞ 3 ആഴ്ചക്കാലം കെ.സി. വേണുഗോപാലിന് കോടതിയിൽ പോകാൻ സമയം കിട്ടിയില്ല. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി വേണുഗോപാലിന്റെ ഈ കേസിനെ സ്വാഗതം ചെയ്യുന്നു. 2004 അന്നത്തെ ഖനിമന്ത്രി ശിശ്രാ മോലിയുമായി ചേർന്ന് കരിമണൽ വ്യവസായികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. റിപ്പോർട്ടർ, ആലപ്പുഴ.